AV വ്ളോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ട്രയൽ അലോട്ട്മെന്റ് എങ്ങനെ പരിശോധിക്കാം, ട്രയൽ അലോട്ട്മെന്റിന് ശേഷം എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കുന്നത്, മറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്നതാണ് ഈ ഒരു വീഡിയോയിൽ ഏറ്റവും വേഗതയിൽ നാം ചർച്ച ചെയ്യുന്നത്. ആദ്യമായി ട്രയൽ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പ്രസ് റിലീസ് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. admission.uoc.ac.in എന്ന വെബ്സൈറ്റിൽ ട്രയൽ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട പ്രസ് റിലീസ് ഈ രീതിയിലാണ് പറയുന്നത്. ആഗസ്റ്റ് 1-ാം തീയതിയും 2-ാം തീയതിയുമാണ് നമുക്ക് ട്രയൽ പരിശോധിക്കാനും അതേപോലെ തിരുത്തലുകൾ വരുത്താനുമുള്ള അവസരം നിലവിൽ നൽകിയിരിക്കുന്നത്. ഈ തീയതികളിൽ മാറ്റം വരുമോ എന്നുള്ളത് നമ്മൾ പിന്നീട് ശ്രദ്ധിക്കേണ്ടതാണ്, പത്രങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യാർത്ഥികളുടെ ലോഗിൻ വിവരങ്ങൾ ക്യാപ് ഐഡിയും സെക്യൂരിറ്റി കോഡും ഉപയോഗിച്ചാണ് ട്രയൽ പരിശോധിക്കേണ്ടത്. ഇതിൽ നേരത്തെ സമർപ്പിച്ച അപേക്ഷയിലെ വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ തിരുത്തലുകളും മൊബൈൽ നമ്പർ, ഇമെയിൽ ID എന്നിവ ഒഴികെ ബാക്കിയുള്ള മുഴുവൻ ഡീറ്റെയിൽസിനും നമുക്ക് മാറ്റം വരുത്താൻ വേണ്ടി സാധിക്കും എന്നതാണ് ഇവിടെ അറിയിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ട്രയൽ അലോട്ട്മെന്റ് പരിശോധിക്കുക എന്നുള്ളതിലേക്ക് വരാം. നമ്മുടെ അഡ്മിഷൻ വെബ്സൈറ്റിലേക്ക് കടന്നതിന് ശേഷം UG CAP 2022 ട്രയൽ അലോട്ട്മെന്റ് ഇതിൽ ക്ലിക്ക് ഹിയർ എന്നുള്ള ഈ ലിങ്കിന് മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ UG CAPന്റെ ക്യാപ് ഐഡിയും സെക്യൂരിറ്റി കോഡും ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറയും. ഇത് രണ്ടും ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇനി സെക്യൂരിറ്റി കോഡ്, അതായത് പാസ്വേഡ് മറന്നുപോയാൽ അതെങ്ങനെ തിരിച്ചെടുക്കാം എന്നുള്ളത് ഫോർഗോട്ട് ലോഗിൻ ക്രെഡൻഷ്യൽ എന്നുള്ള ഈ ഒരു ലിങ്കിന് മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് OTP വരും. അതുവഴി നമുക്ക് നമ്മുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. എങ്ങനെയാണ് നമുക്ക് ട്രയൽ പരിശോധിക്കാം എന്നതിലേക്ക് കടക്കാം. ക്യാപ് ഐഡിയും സെക്യൂരിറ്റി കോഡും തെറ്റാതെ ടൈപ്പ് ചെയ്യുക. UGയുടെ അഡ്മിഷന്റെ ക്യാപ് ഐഡിയിലെ ആദ്യ ഭാഗം CAP 22 UG എന്നായിരിക്കും. പിന്നീട് ഒരു 5 അക്ക നമ്പറാണ് ഉണ്ടാവുന്നത്. ക്യാപ് ഐഡിയും സെക്യൂരിറ്റി കോഡും, അതായത് പാസ്വേഡും ടൈപ്പ് ചെയ്തതിനു ശേഷം ലോഗിൻ എന്ന ബട്ടൺ മുകളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ലോഗിൻ പേജിലേക്ക് നമ്മുടെ പേജിലേക്ക് നമ്മൾ കടക്കും. വെൽക്കം ടു UG CAP 2022-23. ഇതിൽ നമുക്ക് വിവിധ ഓപ്ഷൻസ് കാണാൻ വേണ്ടി സാധിക്കും. ആപ്ലിക്കേഷൻ പ്രിവ്യൂ, നേരത്തെ നമ്മൾ കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷന്റെ പ്രിവ്യൂ കാണാൻ വേണ്ടി സാധിക്കും. പ്രിന്റ് ഔട്ട് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ചലാനിന്റെ ഡീറ്റെയിൽസ് കാണാം. അൺലോക്ക് ഓർ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം. ഇവിടെയാണ് നമ്മുടെ അപേക്ഷയിൽ ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്. മാൻഡേറ്ററി ഫീ നിലവിൽ നമ്മളൊന്നും ചെയ്യേണ്ടതില്ല, കാരണം ഇത് ഫസ്റ്റ് അലോട്ട്മെന്റിന് ശേഷമാണ് മാൻഡേറ്ററി ഫീ ഒക്കെ അടക്കേണ്ടത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് അലോട്ട്മെന്റ് ലഭിച്ചാൽ നിർബന്ധമായിട്ട് നമ്മൾ അടക്കേണ്ട ഒരു ഫീ ആണ് മാൻഡേറ്ററി, നിർബന്ധമായിട്ടും അടക്കേണ്ട ഫീ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ അലോട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു ഭാഗം കാണാം. അവിടെ ക്ലിക്ക് ചെയ്യാൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അലോട്ട്മെന്റ് ഡീറ്റെയിൽസ് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യാൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് ലഭിച്ചിരിക്കുന്നത് എട്ടാമത്തെ ഓപ്ഷനിൽ BCom ഫിനാൻസ്, പിന്നെ ശ്രീനാരായണ കോളേജ് വടകര, SN കോളേജ് വടകരയിൽ 8ാമത്തെ ഓപ്ഷനിലാണ് ഈ കുട്ടിക്ക് അലോട്ട്മെന്റ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അത് ഏത് കാറ്റഗറിയിലാണ്, റിസർവേഷൻ കാറ്റഗറി ഏതാണെന്നുള്ളതും ഇവിടെ കാണാം. മുസ്ലിം വിഭാഗത്തിലാണ് ഈ കുട്ടിക്ക് അലോട്ട്മെന്റ് ലഭിച്ചിരിക്കുന്നത്. ജനറൽ ആണെങ്കിൽ അവിടെ ഓപ്പൺ എന്നുള്ളതാണ് കാണുക. അപ്പോൾ ഈ ഓപ്ഷനിൽ 8ാമത്തെ ഓപ്ഷനാണ് ലഭിച്ചതെന്ന് മനസ്സിലാക്കുമ്പോൾ ഇതിന്റെ അർത്ഥം അതിന് മുകളിലുള്ള 7 ഓപ്ഷനും ഈ കുട്ടിക്ക് അർഹത ഇല്ലാത്തത് കൊണ്ടാണ് പിന്നെ ഇവിടെ കോളേജിലേക്ക് ലഭിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അപേക്ഷയിൽ നമ്മുടെ ഓപ്ഷൻസിനൊക്കെ എന്തെങ്കിലും ക്രമീകരണങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ മാറ്റാവുന്നതാണ്. അതിന് ഹോം പേജിൽ വന്നതിന് ശേഷം ഇവിടെ എഡിറ്റ് എന്നുള്ള ഈ ക്ലിക്ക് ഹിയർ, എഡിറ്റ് ഓർ അൺലോക്ക് എന്നുള്ള ഈ ഒരു ഭാഗത്ത് വന്ന് ക്ലിക്ക് ഹിയർ എന്നുള്ള ഇതിന് മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കുട്ടി നേരത്തെ കൊടുത്തിരിക്കുന്ന മുഴുവൻ ഡീറ്റെയിൽസും, അപേക്ഷയുടെ മുഴുവൻ ഡീറ്റെയിൽസും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ പോയിട്ട് നമുക്ക് അപേക്ഷയിൽ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. അങ്ങനെ മാറ്റം വരുത്തുന്ന വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിർബന്ധമായും ആ എഡിറ്റ് ഓപ്ഷൻ കൊടുത്തതിന് ശേഷം നിർബന്ധമായിട്ടും ആ കുട്ടിയുടെ അപേക്ഷയിൽ അവസാനം ഫൈനൽ കൺഫർമേഷൻ കൊടുക്കേണ്ടതാണ്. അങ്ങനെ ഫൈനൽ കൺഫർമേഷൻ കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ ഈ മാറ്റം അടുത്ത അലോട്ട്മെന്റിന്, ഫസ്റ്റ് അലോട്ട്മെന്റ്, മെയിൻ അലോട്ട്മെന്റിന് പരിഗണിക്കില്ല എന്നുള്ളതാണ്. അതുപോലെ മറ്റൊരു കാര്യം, നമുക്ക് മാൻഡേറ്ററി ഫീ ആയിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതിവിടെ പ്രത്യേകിച്ച് ഈ സമയത്ത് നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. അഡ്മിറ്റ് കാർഡും മറ്റുള്ള കാര്യങ്ങളൊക്കെ 1ാമത്തെ അലോട്ട്മെന്റിന് ശേഷമാണ്
അല്ലെങ്കിൽ അതിനുശേഷമുള്ള ഘട്ടങ്ങളിലാണ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും അത്തരം സമയങ്ങളിൽ നമുക്ക് വിശദമായിട്ട് അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഈ രീതിയിലാണ് ഒരു കുട്ടിയുടെ ട്രയൽ അലോട്ട്മെന്റ് പരിശോധിക്കേണ്ടത്. ട്രയൽ അലോട്ട്മെന്റിനെ നിസ്സാരമായിട്ട് കാണരുത്. പ്രത്യേകിച്ച് നിങ്ങളുടെ അപേക്ഷ ഒന്നുകൂടി പരിശോധിക്കാൻ, അപേക്ഷ ഒന്നുകൂടി ഇവിടെ ക്ലിക്ക് ഹിയർ, നമുക്ക് ആപ്ലിക്കേഷൻ പ്രിവ്യൂ നമ്മൾ കൊടുത്തിരിക്കുന്ന അപേക്ഷ ഒന്നുകൂടി കാണാനുള്ള അവസരം ഇവിടെ ഉണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കുട്ടി കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് മുഴുവൻ കാണാൻ വേണ്ടി സാധിക്കും. പ്രത്യേകിച്ച് ഈ കുട്ടിയുടെ കാസ്റ്റുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ ശരിയാണെന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതാണ്. നമ്മൾ ക്ലെയിം ചെയ്തിരിക്കുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളും NSS NCC അത്തരം കാര്യങ്ങളൊക്കെ വല്ലതും ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ യെസ് എന്ന് കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ. ഈ കുട്ടിയുടെ കേസിൽ അത്തരം കാര്യങ്ങളൊന്നും ഇല്ല. അതേപോലെ രജിസ്ട്രേഷൻ നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ടുണ്ട്. ഈ ഡീറ്റെയിൽസ് ഒക്കെയും നമുക്ക് മാറ്റം വരുത്താൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ്. മൊബൈൽ നമ്പറും ഇമെയിൽ അഡ്രസ്സും ഒഴികെയുള്ള ഈ മുഴുവൻ ഡീറ്റെയിൽസും നമുക്ക് മാറ്റം വരുത്താൻ വേണ്ടി സാധിക്കുമെന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓരോ കോളേജിലും ഈ കുട്ടിക്ക് ലഭിച്ചിരിക്കുന്ന ഇൻഡെക്സ് മാർക്ക് എത്രയാണ് എന്നുള്ളതും ഇവിടെ നിന്ന് നമുക്ക് ലഭ്യമാണ്. ഇവിടെ ശ്രദ്ധിക്കുക, നാദാപുരം ഗവൺമെന്റ് കോളേജിലെ കുട്ടിക്ക് ലഭിച്ചിരിക്കുന്ന ഇൻഡെക്സ് മാർക്ക് ഇത്രയാണ്. പിന്നെ അങ്ങനെ ഓരോ കോളേജിലും ഈ കുട്ടിക്ക് ലഭിച്ചിരിക്കുന്ന ഇൻഡെക്സ് മാർക്കും ഇവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ കുട്ടി കൊടുത്തിരിക്കുന്ന ഒന്നാമത്തെ ഓപ്ഷൻ നാദാപുരം ഗവൺമെന്റ് കോളേജിലെ BA ഇംഗ്ലീഷ് ആണ്. അതേപോലെ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മുഖേരിയിലെ BA ഫംഗ്ഷണൽ ഇംഗ്ലീഷ് ആണ്. അതുപോലെ മടപ്പള്ളിയിലെ BA ഇംഗ്ലീഷ് ആണ്. ഇങ്ങനെ ഗവൺമെന്റ് കോളേജുകളൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ അടുത്തത് കൊടുത്തിരിക്കുന്നത് ശ്രീനാരായണയിലാണ്. 8ാമത്തെ ഓപ്ഷനായിട്ടാണ് ശ്രീനാരായണയിൽ കൊടുത്തിരിക്കുന്നത്. ഈ ശ്രീനാരായണ കോളേജ് അത് സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. മുകളിൽ കൊടുത്തിരിക്കുന്ന എല്ലാം ഗവൺമെന്റ് അല്ലെങ്കിൽ എയ്ഡഡ് കോളേജുകളാണ്, ഗവൺമെന്റ് കോളേജുകളാണ് ഭൂരിഭാഗം കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇനി ഈ കുട്ടിക്ക് താഴെയുള്ള ഏതെങ്കിലും ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിനെ, താഴെ കൊടുത്തിരിക്കുന്ന ഭൂരിഭാഗവും സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണ്. ഈ താഴെയുള്ള ഏതെങ്കിലും സെൽഫ് ഫിനാൻസിങ് കോളേജിനെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം, അല്ലെങ്കിൽ ഇതിന്റെ മേലെ വേണമെന്നുണ്ടെങ്കിൽ ഈ ശ്രീനാരായണയുടെ മുകളിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അത് കൊണ്ടുവരാവുന്നതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള അവസരം ഈ ഒരു ട്രയൽ അലോട്ട്മെന്റിന് മാത്രമാണ് ഉണ്ടാവുക എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഈ ഒരു അവസരം കൃത്യമായിട്ട് ഉപയോഗിക്കുക. കൊടുത്തിരിക്കുന്ന അപേക്ഷ പൂർണ്ണമായിട്ടും ശരിയാണോ എന്നുള്ള കാര്യം പരിശോധിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ട്രയൽ അലോട്ട്മെന്റ്. നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസിൽ മാറ്റം വരുത്താനുള്ള ഒരു അവസരം കൂടിയാണ്. അതിന്റെ കൂടെ നിങ്ങൾക്ക് ഓരോ കോളേജിലും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള അവസരം കൂടിയാണ്, കണക്കാക്കാനുള്ള അവസരം കൂടിയാണ്. തീർച്ചയായും ഏറ്റവും മികച്ച ഒരു കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാവുന്ന മറ്റൊരു കാര്യം, ഈ കുട്ടിയുടെ ടോട്ടൽ മാർക്ക് ഇവിടെ ലഭ്യമാണ്. ഈ ടോട്ടൽ മാർക്കിന്റെ കൂടെ എത്ര മാർക്കാണ് പിന്നെ തീർച്ചയായിട്ടും ഇൻഡെക്സിന് വേണ്ടി കണക്കൂട്ടുന്നുള്ള കാര്യം ഇവിടെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. 1041 മാർക്കാണ് ടോട്ടൽ മാർക്ക്. അതിന്റെ കൂടെ ഈ കുട്ടി പിന്നെ BComന് കൊടുക്കുന്ന സമയത്ത് അതിന്റെ കൂടെ 50 മാർക്ക് കൂടി ആഡ് ചെയ്യുന്നു. കാരണം ആ കുട്ടി എക്കണൻസി പഠിച്ചത് കൊണ്ട് 50 മാർക്ക് കൂടെ ആഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് 1091 ആയിരിക്കുന്നത്. ടോട്ടൽ മാർക്കിന്റെ കൂടെ 50 മാർക്ക് കൂടുക എന്നുള്ളതാണ് കൊമേഴ്സ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് BComന് കൊടുക്കുന്ന സമയത്ത് ലഭ്യമാവുന്ന ബോണസ് പോയിന്റ് അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് ലഭിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ വിശദമായിട്ട് നമുക്ക് ഒന്നാമത്തെ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും എഡിറ്റ് ഓപ്ഷൻ കൊടുത്താൽ ഫൈനൽ കൺഫർമേഷൻ കൊടുക്കണം എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ബാക്ക് ബട്ടൺ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ പഴയ മെനുവിലേക്ക് തന്നെ തിരിച്ചു പോകാൻ സാധിക്കും. ഈ അപേക്ഷ കണ്ടതിന് ശേഷം ഇനി അപേക്ഷയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്ന് തോന്നുകയാണെങ്കിൽ ഈ എഡിറ്റ് അൺലോക്ക് ഓപ്ഷന് മുകളിൽ ക്ലിക്ക് ഹിയറിന് മുകളിൽ ക്ലിക്ക് ചെയ്ത് ആ കുട്ടിയുടെ ഓപ്ഷൻസിൽ റീഅറേഞ്ച്മെന്റ് വരുത്താവുന്നതാണ് എന്നാണ് പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം അപേക്ഷ പിന്നെ ഒന്ന് കാണുക എന്നുള്ളതാണ്. റീഅറേഞ്ച്മെന്റ് നടത്തുന്നതിന് മുമ്പ് ശേഷം നിങ്ങൾ റീഅറേഞ്ച്മെന്റ് നടത്തേണ്ടതാണ്. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് അപേക്ഷയിൽ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഓക്കെ, താങ്ക് യു.